ഹായ് ക്രിയേറ്റേഴ്സ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അവർക്ക് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ച്. അപ്പൊ ആ ഒരു സമയത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമായിരുന്നു, ഇങ്ങനെ വലിയ മോണിറ്റൈസേഷനിലെ ക്രൈറ്റീരിയയിലൊക്കെ വലിയ മാറ്റം വരുമ്പോൾ യൂട്യൂബ് അത് നമ്മളെ ഒഫീഷ്യലി അറിയിക്കേണ്ടതല്ലേ? അങ്ങനെ അറിയിച്ചിട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് പേഴ്സണലി യൂട്യൂബ് അറിയിക്കും. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് അവരുടെ ഒഫീഷ്യൽ പേജിൽ ഇടുന്നത് മാത്രമല്ല, നമുക്ക് പേഴ്സണലി അവർ അറിയിക്കേണ്ടതുണ്ട്, അറിയിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ ഫേക്ക് ആകാൻ ചാൻസ് ഇല്ലേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സംശയിച്ചവർക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. യൂട്യൂബ് അത് ഒഫീഷ്യലി ഇപ്പൊ നമ്മളെ അറിയിക്കുകയാണ്. ഈ ഒരു മെയിലിലൂടെ അവർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല അതെങ്ങനെ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്രൂവ്ഡ് ചെയ്യാനുള്ള ലിങ്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും അപ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു മെയിൽ വന്നിട്ടുണ്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ വീണ്ടും അവർ പറയും നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യൂട്യൂബ് പറയുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല. ഇനി ചെയ്താലും നോ പ്രോബ്ലം. അപ്രൂവ്ഡ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അപ്രൂവ്ഡ് ആക്കിയെടുക്കാനും പറ്റും. അതല്ലെങ്കിൽ ഓൾറെഡി അപ്രൂവ്ഡ് ആണെന്ന് പറയും. അപ്പം ഇതിൽ മെയിനായിട്ട് അവർ പറയുന്നൊരു കാര്യം, അവർ ഒരുപാട് എമൗണ്ട് ഇപ്പോൾ ക്രിയേറ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2027 അതിൽ കൂടുതൽ കൊടുക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത് ക്രിയേറ്റേഴ്സിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് ബോണസ് പ്രോഗ്രാമുകളും മറ്റ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അവർ ഇനി ക്രിയേറ്റേഴ്സിന് കൂടുതൽ റവന്യൂ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ അപ്രൂവ്ഡ് ആക്കാം എന്നുള്ളത് നമുക്കൊന്ന് സ്ക്രീൻ റെക്കോർഡ് വഴി ഒന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെയൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊരു ഇമെയിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും, അക്സെപ്റ്റ് ന്യൂ ടേംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരവിടെ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഞാനിവിടെ അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ ഓൾറെഡി ഞാനിത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യു ഹാവ് ഓൾറെഡി അക്സെപ്റ്റഡ് ഓൾ റിക്വയർഡ് ടേംസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ നമുക്ക് റിവ്യൂ ആൻഡ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം പുതിയൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് നമ്മൾ വായിച്ച് അക്സെപ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ ടിക്ക് ചെയ്യുക. അതിൽ ടിക്ക് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ എനേബിൾ ആയി വരും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷോർട്സ് ഫീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഡ്യൂൾ കാണാം, അത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. വീണ്ടും അക്സെപ്റ്റ് കൊടുക്കുക, അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ശേഷം നമുക്ക് കൊമേഴ്സ് പ്രൊഡക്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കാണാം, അതും അക്സെപ്റ്റ് കൊടുക്കുക. ശേഷം ഫിനിഷ് കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അപ്രൂവ്ഡ് കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങളൊക്കെ ഈ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ കൂടെ ബെൽ ബട്ടൺ കൂടി